Morning Madness team is back. This time, International Women's Day. We're going to do something very, very special. ഇന്ന് നമ്മൾ ലൊക്കേഷൻ ഒന്ന് മാറി പിടിച്ചിരിക്കുകയാണ്. ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ മൂന്നുപേരും ആദ്യമായിട്ടാണ് ഒരു എമിറേറ്റ് കടന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ അജ്മാനിലാണ്. നമ്മളൊരു ലിസണറിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഇവിടെയാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് അജ്മാൻ സിറ്റി സെന്ററിന്റെ മുമ്പിലാണ്. അപ്പോൾ ഇവിടെയാണ് നമുക്കൊരു ഫസ്റ്റ് ലാൻഡ്മാർക്ക് പറഞ്ഞിരിക്കുന്നത്. സെലക്ട് ചെയ്തിരിക്കുന്നത് ഭുവനേശ്വരി ചേച്ചിയായിരുന്നു. ഭുവനേശ്വരി ചേച്ചി ഞാൻ ഇപ്പോൾ ഫോൺ വിളിച്ചു. ചേച്ചി പറഞ്ഞത് അജ്മാൻ സിറ്റി സെന്ററിൽ ഓൾമോസ്റ്റ് സംഭവം ഈ ഒരു ഏരിയയിലാണ്. സോ ഞങ്ങളൊരു ഫേവറേറ്റ് ലിസണറാണ്. ഐ തിങ്ക് റേഡിയോ മീ സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ ചേച്ചി എന്നും കേട്ടുകൊണ്ടിരിക്കുകയാണ് റേഡിയോ ആൻഡ് എല്ലാ ഷോസും ഈക്വലി സപ്പോർട്ട് ചെയ്യുന്നത്. സോ ഐ തിങ്ക് ഇന്റർനാഷണൽ വിമൻസ് ഡേന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള നമ്മളിതുവരെ കണ്ടിട്ടില്ല. സോ ചേച്ചി ഞങ്ങൾ അതേ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ ശരി 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 ഓക്കെ ചേച്ചി. അതാണോ ഭുവനേശ്വരി ചേച്ചി? ഇതിലൂടെ കയറാൻ പറഞ്ഞു. ഇതിലൂടെ അങ്ങനെ ഫൈനലി നമ്മൾ ഇത്രയും നാളും തേടിയ ആളെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. നമ്മളുടെ അടുത്ത് പറഞ്ഞത് റെഡ് ചുരിദാർന്നായിരുന്നു. പക്ഷെ ചുവന്ന ചുരിദാർ. ഇതാണോ ചുവന്ന ചുരിദാർ? ഞങ്ങൾ ആരൊക്കെയാന്ന് പറയാം. ഞങ്ങളുടെ ശബ്ദം കേട്ടിട്ട് ആരൊക്കെയാന്ന് പറയാം. അത് അനൂപ് അല്ലേ? അപ്പൊ ഞാനാടാ ഇതാണ് അനൂപ്. സത്യമായിട്ട് ഞാനാ. ചേച്ചി കൊണ്ടുവരും. ഇതാണ് ഞങ്ങളുടെ സ്വന്തം. അതായത് ദിവസവും ഫോൺ ചെയ്ത് ഏപ്രിൽ ഫുള്ള് ഞങ്ങൾ ഫുൾ വരെയാക്കി. അപ്പൊ ചേച്ചിക്ക് വിമൻസ് ഡേ ആയിട്ട് ഞങ്ങളുടെ ചെറിയൊരു നമ്മള് പറയും. അപ്പൊ ഒരു ദിവസം സ്റ്റുഡിയോയിലേക്ക് ഇറങ്ങും നമ്മളിങ്ങനെ പറയുമ്പോൾ വരാൻ പറ്റില്ല, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് നമ്മൾ നേരിട്ട് വന്നിരിക്കുകയാണ്. ഓക്കെ, എനിക്ക് വളരെ സന്തോഷം. സത്യമായിട്ട് എനിക്ക് വളരെ സന്തോഷം. ഓക്കെ ചേച്ചി ഞങ്ങൾ എപ്പോഴും അനു അനൂപ് ഞാനാ. അത് പിന്നെ സഞ്ജനാണ്. ഞങ്ങളാണ് യഥാർത്ഥ മുഖസംഘം. അപ്പോൾ ഇതാണ് ഭുവനേശ്വരി ചേച്ചി. ഇനി നമ്മൾ ഓൺ എയർ ഭുവനേശ്വരി ചേച്ചി വിളിച്ചിരുന്നു, അല്ലെങ്കിൽ ഭുവനേശ്വരി ചേച്ചിയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ഇമേജ് വേണം. ഇതാണ് കക്ഷി. നാട്ടിലെവിടെയാണ്? ട്രിവാൻഡ്രത്തുകാരിയാണ് കേട്ടോ. ചേച്ചി എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ പറഞ്ഞ 23 വർഷമായി. ചേച്ചി സമയം കിട്ടുമ്പോഴൊക്കെ റേഡിയോ മീ കേൾക്കാറുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോഴും ഉണ്ട്, ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ ചേച്ചി എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഞങ്ങളത് കഴിക്കാൻ പോവാം. അതെ, ഞാൻ ബിരിയാണി ഉണ്ടാക്കി. ബിരിയാണി. ഓക്കെ. അപ്പോൾ അങ്ങനെ ഭുവനേശ്വരി ചേച്ചിയുടെ വീട്ടിൽ നിന്ന് നല്ല ബിരിയാണിയൊക്കെ കഴിച്ച് ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് ദുബായ് എയർപോർട്ടിലേക്കാണ്. ദുബായ് എയർപോർട്ടിൽ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ആൾക്കാരെ കാണാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. എയർപോർട്ടിൽ വിചാരിക്കും നാട്ടിൽ നിന്ന് ആരോ വരുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയാണ്. അതൊന്നുമല്ല. നാട്ടിലെ ആൾക്കാരെ കാണാൻ തന്നെയാണ്. പക്ഷെ നാട്ടിലെ ആൾക്കാർ വന്നിറങ്ങുമ്പോൾ അവരെ കൃത്യസ്ഥലത്ത് കൊണ്ട് എത്തിക്കുന്ന ഒരുപാട് മലയാളി സ്ത്രീകളുണ്ട്. ദുബായ് എയർപോർട്ട് ടാക്സിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് മലയാളി സ്ത്രീകളുണ്ട്. അറൗണ്ട് 20-25 അതിൽ കൂടുതൽ ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ഈ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ളവരെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ദുബായ് എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. കുറച്ച് നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ മലയാളികളായ 2 ചേച്ചിമാരാണ് ഇവിടെ
നമ്മൾ എയർപോർട്ടിലൊക്കെ വന്നിട്ട് ടാക്സി ഇറങ്ങുമ്പോൾ ഫാമിലി ആയിട്ട് ഇതുപോലെ പിങ്ക് കളർ ടാക്സി കാണുകയാണെങ്കിൽ ഇനി മനസ്സിലാക്കിക്കോളൂ അതിൽ മലയാളി ഡ്രൈവേഴ്സും ഉണ്ട്. സോ വിമൻസ് ഡേ ആയിട്ട്, ഇന്റർനാഷണൽ വിമൻസ് ഡേ ആയിട്ട് തീർച്ചയായിട്ടും ഇവരിൽ ചിലരെ പരിചയപ്പെടേണ്ടത് വളരെ രണ്ട് ചേച്ചിമാരാണ് നമ്മളോടൊപ്പം ഉള്ളത്. ജ്യോതി ചേച്ചിയും സൂസൻ ചേച്ചിയുമാണ് നമ്മളോടൊപ്പം ഉള്ളത്. സൂസൻ ചേച്ചിയുടെ ഫാമിലി കംപ്ലീറ്റ് ഡ്രൈവേഴ്സ് ആണ്. ഫാദർ KSRTC ബസ്സിലെ ഡ്രൈവേഴ്സ്, പിന്നെ 3 ബ്രദേഴ്സ് ഡ്രൈവേഴ്സ്. ചേച്ചിക്ക് നാട്ടിൽ ഹെവി ലൈസൻസ് ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരുടെ കാർ ലൈസൻസ് ജ്യോതി ചേച്ചി എത്ര നാളായി ഇവിടെ? 16 വർഷമായി. അപ്പോൾ ഇന്റർനാഷണൽ വിമൻസ് ഡേ ആയിട്ട് നമ്മുടെ ഈ മലയാളി ചേച്ചിമാർക്ക് നമ്മൾ ഹാപ്പി ഇവരൊക്കെയാണ് എല്ലാവരെയും കറക്റ്റ് എത്തിച്ച് അല്ലേ? അപ്പം താങ്ക്സ് ലോട്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പെട്ടെന്ന് ലൈസൻസ് കിട്ടുന്നത് ചേച്ചിയുടെ ആഗ്രഹം പ്രമാണിച്ച് കുറച്ചാൾ കഴിഞ്ഞിട്ടെടുക്കാം. അല്ല, ഇവിടെ പ്രൂവ് ചെയ്യുന്നത് ഞങ്ങൾ സ്ത്രീകൾക്കാണ് ഇവിടെ ലൈസൻസ് അതെ, ഉള്ളത്. നിങ്ങൾ നിങ്ങൾ പുരുഷന്മാർ സ്ത്രീകൾക്കാണ് ഇപ്പോഴും ഇപ്പോഴും ലൈസൻസ് ഉള്ളത്. അതന്നെ. So we wish you a very happy International Women's Day. This is Morning Madness with me, Anu. സഞ്ജന. മനു.